എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ്. എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെയും പൃഥ്വി വ്ളോഗ്സിൻ്റെയും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളാവട്ടെ ഇനിയും വരും ദിവസങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നോ, ഫിഷ് കറി. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളത്, എവിടെ ചെന്നാലും ഫിഷ് കറി മീൽസ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഫിഷ് കറി മീൽസ് പുള്ളിക്ക് ഇഷ്ടം. അല്ലാതെ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് വെച്ചാൽ കഴിക്കും, അത്യാവശ്യം ഇപ്പം നിവർത്തിയില്ലെങ്കിൽ കഴിക്കും. പക്ഷേ കൂടുതൽ ഇഷ്ടം ഫിഷ് കറി മീൽസാണ്. അപ്പോൾ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളി ഇതുണ്ട്, ഉച്ച നേരത്താണെങ്കിൽ ഫിഷ് കറി മീൽസ് തന്നെ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫിഷ് കറി ഒരു പ്രത്യേക രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. എൻ്റെ കസിൻസും ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അവരും ഒക്കെ പറയാറുണ്ട് നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്, കിടിലൻ കറിയാണെന്നൊക്കെ. അപ്പോൾ ഈ അടിപൊളി ഫിഷ് കറി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം. അതായത് ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ, കുറേ പേരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. എങ്കിലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ നോൺ വെജ് കഴിക്കില്ലെങ്കിലും പക്ഷെ ഞാനിതൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഫിഷും ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കും. ബീഫ് ഞാനിവിടെ അങ്ങനെ മേടിക്കാറില്ല, ഇവിടെ ഹസ്ബൻഡാണെങ്കിലും മേടിക്കാറില്ല. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഫിഷ് കറി എന്ന് നോക്കാം. ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന ഫിഷ് ഏതാണെന്നോ, ഓലക്കൊടിയൻ. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ മേടിക്കുന്നത്, ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത്. അതായത് അതിൻ്റെ പടം കണ്ടിട്ട് ഓലയുടെ ഷേപ്പിലുള്ള ചിറകുകളാണ് അതിന്, വിങ്സ്. ഇതിനി വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നത്. പിന്നെ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഫിഷാണ്, നല്ല ടേസ്റ്റുള്ള മീനാന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, വരും. ഇവിടെ ഞാൻ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 3/4 കപ്പ് വരും. ഇതിൽ നിന്നുള്ള പാലെടുക്കണം, അതായത് 2 പാലായിട്ട് എടുക്കണം. 1-ാം പാല് ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ച് ഒരല്പം വെള്ളം വേണമെങ്കിൽ ചേർത്ത് ഒരു നല്ല കുറുകുറാന്നുള്ള 1-ാം പാലും പിന്നെ കുറച്ച് 2-ാം പാലും. ഇവിടെ ഞാൻ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, അധികം നീളമില്ലാത്ത ഉണ്ടമുളകാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്, അതൊരു 1/4 കപ്പ് ഉണ്ട്. അത് നെടുകെ പൊളിച്ചെടുത്തിരിക്കുകയാണ്. 2ആയിട്ട്, ഒരു ഉള്ളി 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, 2 വറ്റൽമുളക്. മീൻകറിക്ക് ആവശ്യമായ പുളിക്ക് വേണ്ടി ഞാനിവിടെ കുടംപുളിയാണ് ചേർക്കുന്നത്. അത് 2 ചെറിയ അല്ലിയാണ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നത്. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി സമമാണ് എടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടി. ഇനി എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ. ഇത് എരിവുള്ള മുളക് പൊടി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, ഒരുപാട് ചൂടാക്കണ്ട, ചെറുതായിട്ട്. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു.
മീൻ കഷ്ണങ്ങൾ നമ്മളിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് കിട്ടിയതാണ്. നല്ല ഫ്ലഷി ആയിട്ടുള്ള പീസസ് ആണ്. അപ്പം ഇത് ഒരു 350 ഗ്രാം ഉണ്ടാകും. നമ്മുടെ മീൻ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വാടി വന്നോട്ടെ. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ മസാലപ്പൊടികൾ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അടുത്തായിട്ട് നമ്മളുടെ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയുടെ സത്ത്, കുടംപുളിയുടെ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വേണമെങ്കിൽ പുളിയും കൂടെ ഇടാം. ഏതായാലും ഇട്ടേക്കാം. എന്നിട്ടെടുത്ത് മാറ്റിയാൽ മതി. നമുക്ക് നമ്മുടെ കറിയുടെ തേങ്ങാപ്പാൽ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചട്ടി നമുക്കൊന്ന് ചുറ്റിച്ച് വെച്ചേക്കാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. പോലെ തിളച്ച് കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തുനിന്ന് ഈ കുടംപുളിയുടെ കഷ്ണം, ഈ പുളിയൊക്കെ ഇതിലേക്ക് കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുടംപുളിയുടെ 2 കഷ്ണമാണ് ഞാൻ ഇട്ടിരുന്നത്. അത് എടുത്ത് മാറ്റുകയാണ്. കിടക്കും തോറും അത് പുളി കൂടിക്കൂടി വരികയുള്ളൂ. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ നമ്മൾ അല്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കഷ്ടിയുള്ളൂ. അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ പാലാണ്. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി.
ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് എരിവോ ഉപ്പോ ഇതൊക്കെ നോക്കാം. കുറവെന്തെങ്കിലും ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതെല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് ഇനിയൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഞാനൊരു ചെറിയൊരു ചീനച്ചട്ടി എന്ന് പറയുന്ന നോൺ സ്റ്റിക്ക് ഇതെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉള്ളി കട്ട് ചെയ്ത് വെച്ചത്, ഒരു വറ്റൽ മുളക്, കറിവേപ്പില. നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫിഷ് കറി തന്നെ പല രീതിയിൽ ഉണ്ടാക്കും. കുടംപുളി ചേർത്ത് വയ്ക്കാം, വാളംപുളി ചേർത്ത് വയ്ക്കാം, അതുപോലെ തേങ്ങ അരച്ചു വയ്ക്കാം, അരയ്ക്കാതെ വയ്ക്കാം, മുളക് ചാറായിട്ട് വയ്ക്കാം. അത് ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് ദിവസം വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഷെഫ് പിള്ളയില്ലേ, സുരേഷ് പിള്ള, ഒരു ഫിഷ് നിർവ്വാണം ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഷെഫ് പിള്ള ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിലും അത്രയൊന്നും വരില്ലെങ്കിലും അതേപോലൊക്കെ ഏകദേശം അടുത്ത് വരുമല്ലോ, നമ്മൾ അതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിന് കുറച്ചും കൂടെ വലിയ മീനായിരിക്കണം. അങ്ങനെ ആവോലി പിന്നെ നെയ്മീനൊക്കെയാണ് അത് ഉണ്ടാക്കുന്ന കാണിച്ചത്. അതുകൊണ്ട് അതല്ലാത്തത് കൊണ്ട്, പക്ഷെ ഇതും ഫ്ലഷി ആയിട്ടുള്ള മീനാണ്. പക്ഷെ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു കറി, ഇത് ഞാൻ സാധാരണ വയ്ക്കാറുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറയാറുമുണ്ട്. അതുകൊണ്ട് അതുണ്ടാക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ ഒരു അടിപൊളി കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, തുടക്കം തൊട്ട് അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.